ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് പലർക്കും ഒരു സന്ദേശം തരാനാണ്. സന്ദേശം സിനിമയിൽ പറയുന്ന അതേ അവസ്ഥ തന്നെയാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തകരും അവർക്ക് ആർക്ക് വോട്ട് കൊടുക്കുന്നുള്ളൊരു ഡൗട്ട് നമ്മൾ പുതുതായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളും പണ്ട് മുതൽ അടിമകളെ പോലെ രാഷ്ട്രീയ പ്രവർത്തകരായി നിൽക്കുന്ന ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. LDF ആണെങ്കിലും UDF ആണെങ്കിലും BJP ആണെങ്കിലും ഇവരുടെ എല്ലാം പാർട്ടി രൂപീകരിക്കുന്ന സമയത്ത് നല്ല ഐഡിയോളജിയാണ്, നാടിന് നല്ലത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് തുടങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ അതിൽ നിൽക്കുന്ന ആളുകളിൽ നല്ലവരും മോശമായിട്ടുള്ള ആളുകളും ഉണ്ടാവും. അവരാണ് ആ പാർട്ടിയെ കേടുവരുത്തുന്നത്. ഒരു കാരണവശാലും നിങ്ങളൊരു പാർട്ടിൻ്റെ കുടക്കീഴിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്കേ വോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്താഗതി ആദ്യം മാറ്റി വയ്ക്കുക. ആ നിൽക്കുന്ന പ്രവർത്തകനെ മാത്രം നോക്കി വോട്ട് കൊടുക്കുക. ആ നിൽക്കുന്ന പ്രവർത്തകനും ആ ചുറ്റുവട്ടത്തുള്ള ആളുകളും ആ ഗ്രൂപ്പും നല്ലതാണോ, നിങ്ങളുടെ നാടിനായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ നോക്കുക. വിജയിച്ച പാർട്ടിയാണെങ്കിലും പരാജയപ്പെട്ട പാർട്ടിയാണെങ്കിലും, ഇപ്പോൾ ഓപ്പോസിഷൻ നിൽക്കുന്ന പാർട്ടി ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് വരുന്നു, 5 ലക്ഷം രൂപയാണ് ഭരിക്കുന്ന പാർട്ടി അതിനായിട്ട് സാങ്ഷൻ ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ അതിന് എക്സ്പെൻസ് കാണിച്ചതെങ്കിൽ ഇത്രത്തോളം ഇതിന് വരുന്നുണ്ടോ, അതിന് എഗെയിൻസ്റ്റായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഓപ്പോസിഷൻ പാർട്ടി ഉണ്ടെങ്കിൽ മാത്രമാണ് ആ നാട് ഡെവലപ്പ് ആവുള്ളൂ. ഇല്ലെങ്കിൽ 10 ലക്ഷം രൂപ ബസ് സ്റ്റോപ്പിനായി, 30 ലക്ഷം രൂപ എല്ലാവർക്കും അറിയാം. അത് അത്ര ഒരിക്കലും ആവില്ല എന്ന് എല്ലാവർക്കും അറിയാം. പാർട്ടിക്കാരല്ലേ, അങ്ങനെയാണെന്ന് ഒരിക്കലും കരുതരുത്. കാരണം നിങ്ങളുടെ നാട്ടിൽ ആ ഒരു ബസ് സ്റ്റോപ്പിന് 10 ലക്ഷം രൂപ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു 1 ലക്ഷം രൂപയ്ക്ക് തീരുന്നതാണെങ്കിൽ ബാക്കി 9 ലക്ഷം രൂപ നിങ്ങളുടെ നാട്ടിൻ്റെ വികസനത്തിനായിട്ട് വന്ന ഫണ്ട് അവർ മുക്കിയതാണ്. ഇത് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന നട്ടലുള്ള വിവരമുള്ള രാഷ്ട്രീയ പ്രവർത്തകനെ മാത്രം വിജയിപ്പിക്കുക. അല്ലാതെ LDF ആണ്, ഞങ്ങൾ പണ്ട് മുതലേ അതിന് പുറകെ നടന്നിട്ടുണ്ട്, അവരുടെ ഐഡിയോളജി നല്ലതാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും കൊടുക്കരുത്. സെയിം ആസ് UDF ആണെങ്കിലും BJP ആണെങ്കിലും ഇവർക്കൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അതിൽ നിൽക്കുന്ന ആൾ മാത്രം നോക്കുക. അവർ നിൽക്കുന്നത് LDF ആണെങ്കിൽ LDF കൊടുത്തോളൂ, ആ നിൽക്കുന്ന UDF ആണെങ്കിൽ UDF കൊടുത്തോളൂ. പക്ഷേ ഒരു കാരണവശാലും ഇവർ പണ്ട് മുതലേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളതൊന്നും കണക്കാക്കരുത്. പിന്നെ നിങ്ങളുടെ വീട്ടിലൊരു മരണം നടക്കുകയാണെങ്കിലും അതിനായിട്ട് വന്ന് ഇവർ നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരാൾ വർക്കിനായിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്താണെങ്കിലും ഈ പാർട്ടിയിൽ നിന്ന് നിൽക്കുന്ന ആളുകളും അതിന് സമൂഹം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ. ഒരു കുട്ടി 10ാം ക്ലാസ് ജയിക്കുന്ന സമയത്ത് അവാർഡ് കൊടുക്കുന്നതുകൊണ്ട് മാത്രം എല്ലാം തീരുന്നില്ല. ആ കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് ഒരു എന്താ പറയുക, അതിനുള്ള സെറ്റപ്പുകൾ എന്തെങ്കിലും ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ടോ. ഇങ്ങനെ പല കാര്യങ്ങളും നോക്കി നിങ്ങൾക്ക് ഗുണമുണ്ട്. ഇപ്പോൾ കളിക്കാൻ പോകുന്ന പിള്ളേരാണെങ്കിൽ അവർക്കുള്ള ഗ്രൗണ്ട് ഉണ്ടോ, മനസ്സിലായോ. അപ്പോൾ ഇതെല്ലാം നോക്കി അതിന് ശ്രമിക്കുന്ന ആളുകൾക്ക് കൊടുക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, മട്ടന്നൂർ ഒരു മെമ്പർ നിൽക്കുന്നുണ്ട്, സ്വതന്ത്രനായിട്ട് നിൽക്കുകയാണ്. പുള്ളി നല്ല വിവരമുള്ള ആളാണ്. ആദ്യമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അതേ പഞ്ചായത്തിലുള്ള ആളുകൾ തന്നെ പാർട്ടിക്കാർ അദ്ദേഹത്തിന് എതിരായി സംസാരിച്ച് അവരെ പൂട്ടിപ്പിക്കാനുള്ള ശ്രമം വരെ നടത്തി. പക്ഷേ അയാൾ ഒരു ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ നാട്ടിലെയും പഞ്ചായത്തിൻ്റെയും ഓരോ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ അദ്ദേഹം തന്നെയാണ് മെമ്പറായി നിൽക്കുന്നത്. ഞാനാണെന്നുണ്ടെങ്കിൽ ഷ്യൂറായിട്ട് അദ്ദേഹത്തിന് വോട്ട് കൊടുക്കുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം ഈ നാടിൻ്റെ നല്ല വശവും മോശവശവും അറിയാൻ പറ്റും. അപ്പോൾ അദ്ദേഹം ഒരിക്കലും ആ വന്ന വഴി മറക്കില്ലാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ പുള്ളിക്കാനെ വോട്ട് കൊടുക്കും. അതുപോലെ നിങ്ങളുടെ നാട്ടിലും നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾ അല്ലെങ്കിൽ അവരെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്യുക. നമ്മളിപ്പോൾ ഒരു PSC പഠിക്കുന്ന സമയത്താണെങ്കിലും തലേദിവസം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നത് പോലെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യുക. നല്ല പുള്ളിയാണോ, അതായത് ഈ ക്രിമിനൽ കേസിലേക്ക് നിൽക്കുന്ന ആളാണെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ നോക്കിയും കണ്ടും മാത്രം വോട്ട് ചെയ്യുക. ഒരു വോട്ടും പാഴാക്കരുത്, കിട്ടുന്ന ഒരു അവസരവും പാഴാക്കരുത്. നിങ്ങളുടെ വിരൽ തുമ്പിലാണ് എല്ലാം.